everyone, welcome back to my channel. I'm Ranjani and Inna, I am back with yet another cooking experiment. Now, ഞാനല്ല കുക്ക് ചെയ്യുന്നത്. ഞാൻ പണ്ട് എൻ്റെ ഫ്രണ്ട് കുക്ക് ചെയ്ത കുറെ റെസിപ്പീസ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. സോ ഇങ്ങനെ ഉടായ്പ കാണിക്കാൻ കാരണമുണ്ട്. നിങ്ങൾക്ക് ചുറ്റും നോക്കി അറിയാം, ഞാൻ എൻ്റെ വീട്ടിലല്ല. ഞാനൊരു ചെറിയ ഒരു ബ്രേക്കിന് വേണ്ടി, ഒരു 2 ആഴ്ചത്തെ ബ്രേക്കിന് വേണ്ടി മാറി നിൽക്കുകയാണ്. സോ ആ വിശേഷങ്ങളുമായിട്ട് ഐ വിൽ ബി കമ്മിങ് ടു യു വെരി സൂൺ. ബട്ട് ഇൻ ദ മീൻ ടൈം ഇടാൻ വീഡിയോസ് വേണ്ടേ നമുക്ക്? അപ്പോൾ ചേച്ചി ഹാഡ് ടു ഡിഗ് ഇൻ ടു ഹർ ഓൾഡ് സ്റ്റോക്ക് ആൻഡ് ഫിഷ് them out. Today we are going to put across one such video. എൻ്റെ ഫ്രണ്ട് ആംഗസ് വീട്ടിൽ വന്ന് Thai dishes ഉണ്ടാക്കിയതിൽ നിന്നും ഒരു ഡിഷിന്റെ റെസിപ്പിയാണ്, and I'm sure you guys will love it. So today we are going to learn how to make Thai fish cakes. Thai fish cakesന്റെ റെസിപ്പിയാണ് ഇന്ന് ആംഗസ് നമുക്ക് വേണ്ടി ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. സോ ഫിഷ് കേക്ക്സ് നമ്മുടെ കട്ട്ലറ്റ് പോലെയാണ് സംഭവം കേട്ടോ. എക്സെപ്റ്റ് ദാറ്റ് ഇതിൽ Thai ഫ്ലേവേഴ്സ് കുറെ അധികം ഉണ്ടാവും. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, ആൻഡ് ഐ എം ഷുവർ യു ഗൈസ് വിൽ റിയലി ലവ് ഇറ്റ്. നൗ എനിക്ക് പ്രത്യേകിച്ച് വലിയ ഇഷ്ടമൊന്നുമല്ല Thai ഫുഡ്. എനിക്ക് ഏറ്റവും ഇഷ്ടം അവിടുത്തെ മാംഗോ സ്റ്റിക്കി റൈസ് കോമ്പിനേഷൻ ആണ്. അവിടെ ഡെസേർട്ട് ആയിട്ടാണ് അവർ കൂടുതൽ ഇത് നൽകുന്നത്. എന്നാലും റോഡിൽ കൂടെ നടക്കുമ്പം തട്ടുകട സ്റ്റൈലിൽ നമുക്ക് ഇത് എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും. 7-Eleven വാങ്ങിക്കാൻ കിട്ടും. ഇറ്റ്സ് കോൾഡ് സ്റ്റിക്കി റൈസ് ആൻഡ് മാംഗോ. യു മസ്റ്റ് ട്രൈ ഇറ്റ്. സോ ഈ കോമ്പിനേഷന്റെ കൂടെ യു വിൽ ഓൾസോ ഗെറ്റ് സം കോക്കനട്ട് മിൽക്ക്. സോ ഈ കോക്കനട്ട് മിൽക്ക് നമ്മൾ ഈ റൈസിന്റെ മുകളിൽ ഇങ്ങനെ ഒഴിക്കണം. എന്നിട്ട് ഈ മാംഗോ കട്ട് ചെയ്തിട്ട് അതിന്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ റബ്ബേ, എൻ്റെ വായിൽ വെള്ളമായിരുന്നു. ഐ ലവ് ഇറ്റ്. പക്ഷെ ആ ഒരു അവിടെ കഴിക്കുമ്പോൾ ഉള്ള ഒരു ഫ്ലേവറോ ടേസ്റ്റോ മറ്റു സ്ഥലങ്ങളിൽ കഴിക്കുമ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ല. വിച്ച് ഇസ് വൈ ഇഫ് യു വാണ്ട് ടു ഈറ്റ് സ്റ്റിക്കി റൈസ് ആൻഡ് മാംഗോ യു ഹാവ് ടു ഈറ്റ് ഇറ്റ് ഇൻ Thailand. Anywhere in Thailand you have to try it. Okay, now ഇനി അതല്ല നിങ്ങൾക്ക് കഴിക്കാൻ ആഗ്രഹമെങ്കിൽ എനിക്ക് തായ്ലൻഡിൽ ഇഷ്ടപ്പെട്ട മറ്റ് കുറച്ച് ഡിഷസിന്റെ പേര് കൂടെ ഞാൻ പറയാം. എനിക്ക് ഈ തായ് റെഡ് കറി, ഗ്രീൻ കറി, യെല്ലോ കറി ഇഷ്ടമാണ് വിത്ത് സ്റ്റിക്കി റൈസ്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഗ്രീൻ കറിയാണ്, പിന്നെ യെല്ലോ കറി, പിന്നെ റെഡ് കറി, ഈ ഓർഡറിൽ. അതിപ്പോൾ വെജിറ്റേറിയൻ ഓപ്ഷനും സീ ഫുഡ് ഓപ്ഷനും ഞാൻ കഴിക്കാറുണ്ട്. യു കെൻ ഈറ്റ് ദി അതർ നോൺ വെജിറ്റേറിയൻ ഓപ്ഷൻസ് ഇഫ് യു ലൈക്ക് ഇറ്റ്. പിന്നെ ഐ ഓൾസോ ലൈക്ക് ദ പാഡ് തായ്. സോ ഞാൻ ആദ്യം അവിടെ പോകുമ്പോൾ ഫസ്റ്റ് കഴിക്കുന്ന പാഡ് തായും പപ്പായ സാലഡും ആണ്. പിന്നെ ഒറ്റ പ്രാവശ്യം ഞാനത് കഴിക്കാറുള്ളൂ, ബിക്കോസ് എനിക്ക് പെട്ടെന്ന് മടുക്കും. ദെൻ ഐ സ്റ്റിക്ക് ടു ജസ്റ്റ് സ്റ്റിക്കി റൈസ് ആൻഡ് മാംഗോ ത്രൂ ആൻഡ് ത്രൂ. അതിന് കൂടെ വൺസ് ഇൻ എ വൈൽ ഐ ഹാവ് എ സൂപ്പ് ഹിയർ, എ സൂപ്പ് ദെയർ. That's pretty much it. So ഈ ഒരു ഫിഷ് കേക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പൊ പഠിക്കാൻ സമയമായി. Let's learn it first and then try it out at home. Cool. Over to you, Angus. And here is the recipe for Thai fish cakes. സോ നൗ ഈ ഒരു കട്ടിംഗ് ബോർഡിൽ നിങ്ങൾ കാണുന്ന ആ 3 ഇൻഗ്രീഡിയൻസ് ആണ് തായ് കുക്കിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 3 ഇൻഗ്രീഡിയൻസ്. സോ ദിസ് ഈസ് ഗലാംഗിൽ, അവരുടെ ഇഞ്ചി എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിളിക്കാം. ദിസ് ഇസ് കഫീർ ലൈം ലീവ്സ്. വളരെയധികം aromatic ആയ ലീവ്സ് ആണ്. ദേ ആഡ് എ ലോട്ട് ഓഫ് ഫ്ലേവർ ജസ്റ്റ് ലൈക്ക് ഗലാംഗിൽ. ആൻഡ് ഓഫ് കോഴ്സ് ലെമൺ ഗ്രാസ്. നിങ്ങളൊക്കെ കുറച്ചുകൂടെ ഫെമിലിയർ ആയിരിക്കും വിത്ത് ലെമൺ ഗ്രാസ്. ഞാനൊരു വലിയ ഫാൻ അല്ല, ബിക്കോസ് ഐ തിങ്ക് സംടൈംസ് അത് കൂടുതൽ ഇട്ടാൽ ഇറ്റ് ബിക്കംസ് എ ലിറ്റിൽ ടു മച്ച്. ബട്ട് ഇൻ ദ റൈറ്റ് ക്വാണ്ടിറ്റി ദേ ഓൾ ആഡ് അമേസിംഗ് ഫ്ലേവർ ടു Thai cuisine. So now we are going to make our fish cakes, and അതിനു വേണ്ടിയുള്ള prep ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. Fish cakes, we already have our sear fish washed and finely cut, finely chopped carrots, beans. Adine kude we also need finely chopped kaffir lime leaves, and to bring it all together we use some red curry paste, and of course 1 egg as well. Egg everyday. So now ഈ sear fish നമ്മൾ മിൻസ് ആക്കണം, because obviously ഒരു fish cake ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. So we need it finely minced. Put it into a blender. എൻ്റെ ഈ ബ്ലെൻഡർ എത്ര ഇഫക്റ്റീവ് ആണെന്ന് എനിക്ക് അറിയില്ല, because അധികം യൂസ് ചെയ്യാത്ത സംഭവമാണ്. So don't be angry if it comes out as a paste. Yeah, I know, scary, but let's see what happens. And to that fish add നമ്മുടെ red curry paste. ഇത് രണ്ടും കൂടി ഒരുമിച്ച് ബ്ലെൻഡ് ആയിട്ടാണ് മിൻസ് ആവുന്നത്. So there you go. നമ്മളുടെ ആ sear fish and red curry paste നന്നായി മിൻസ് ചെയ്ത ശേഷം ഈ ഒരു ക്വാളിറ്റി വരും. Then you mix the finely chopped carrots, the finely chopped beans, kaffir lime leaves, അതും നന്നായി ഡൈസ് ചെയ്തിട്ടുണ്ട്. And then you have to add 1 egg. ഒരു മുട്ട ബൈൻഡിങ് ഏജന്റ് ആയിട്ട് ഇതിൽ ആഡ് ചെയ്ത് മിക്സ് ചെയ്യണം. And to this you add
the one egg. ഇതൊരു ബൈൻഡിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യാനാണ്. And then mix it really well with your hands. So നന്നായി മിക്സ് ചെയ്യുമ്പം this is how it looks. I taste this. Flavor, you can add some fish sauce into it as well. So this is like a magic ingredient to Thai cuisine, I feel. So നമ്മുടെ ഈ ഒരു fish mince കുറച്ചൊരു ഫ്ലേവർ കൂടുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ you can add more fish sauce, more red curry paste, just to make sure, you know, it tastes nice or even better. Okay, so now നമ്മൾ ഈ ഒരു fish mince mix യൂസ് ചെയ്ത് fish cakes എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിക്കാം. സോ കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് ബിക്കോസ് അത് നമ്മുടെ കയ്യിൽ സ്റ്റിക്ക് ആവരുത്. There you go. സോ ഞങ്ങൾ കുറച്ച് ഹറിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇതിൽ ഈ വൈറ്റ് ലൈൻസ് നിങ്ങൾക്ക് കാണുന്നത്. ദാറ്റ്സ് കോൾഡ് സിന്യൂ. ഇത് ശരിക്കും നമ്മൾ എടുത്ത് മാറ്റണം. പക്ഷേ ഷൂട്ട് കാരണം ഞാൻ അവരെ മാറ്റാൻ സമ്മതിച്ചില്ല, ടൈം ഉണ്ടായിരുന്നില്ല. മൈ ഫോൾട്ട്. ബട്ട് ദിസ് ഷുഡൻറ്റ് ബി ദർ ടെക്നിക്കലി. ഓക്കെ, സോ ഒരു കട്ട്ലറ്റ് കയ്യിൽ വെച്ച് ഉണ്ടാക്കുന്ന പോലെ യു മേക്ക് ഷുവർ യു യൂസ് വാട്ടർ ആൻഡ് ഒരു കട്ട്ലറ്റ് ഷേപ്പിൽ ഫിഷ് കേക്ക് ആക്കുക. ആൻഡ് ദെൻ സൺഫ്ലവർ ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ ഓയിലിൽ ഇത് ഷാലോ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇടുക. സോ യു കെൻ യൂസ് എനി വെജിറ്റബിൾ ഓയിൽ ഇസ് വെൽ. സോ നേരത്തെ ഞങ്ങളുടെ ടെസ്റ്റ് പീസാണത്. സോ ദെയർ യു ഗോ, നമ്മളുടെ ഫിഷ് കേക്ക്സ് കുക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഞങ്ങൾ നോട്ടീസ് ചെയ്ത ഒരു കാര്യം, ദ തിന്നർ ദ ഫിഷ് കേക്ക്സ് ആർ ദ ടേസ്റ്റിയർ ഇറ്റ് ഈസ്. സോ വളരെ തിന്നായിട്ട് ഫിഷ് കേക്ക്സ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ആൻഡ് ഇറ്റ്സ് റിയലി നൈസ്. ആൻഡ് ഞാനല്ല പറയുന്നത്, എൻ്റെ ടേസ്റ്ററാണ് പറയുന്നത്. ഹൗ ഇസ് ഇറ്റ്? ഞാൻ ഒബ്വിയസ്ലി ഇതിൻ്റെ കൂടെ ഡിപ്പ് ഉണ്ട്, പക്ഷെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കട്ടുകൊണ്ട് എടുത്തുകൊണ്ട് പോയാൽ വട്ട് ഡു വി ഡു? So make it as thin as possible. Thin ആക്കിയിട്ട് ഫ്രൈ ചെയ്യുമ്പം it tastes a lot better എന്നാണ് ഞങ്ങളുടെ കണ്ടുപിടുത്തം. So there you go, our fish cakes are ready, and now I'm going to transfer it into a better looking plate. Ta-da! And our fish cakes are ready. And this is the same Thai chili sauce. നമുക്ക് വേറെ സോസും വേണം യൂസ് ചെയ്യാം, പക്ഷെ പേഷ്യൻസ് ഇല്ലാത്തതുകൊണ്ട് we made sure that we've given the same one. So once again looking like crap because ഈ cooking is a very hot process. കിച്ചൺ കൂടെ AC ആക്കേണ്ട ആവശ്യമുണ്ട് എന്ന് ഞാൻ പണ്ടെപ്പോഴും പറഞ്ഞിട്ടുണ്ട്. I have just been reminded of that. Anyway, let's check out our fish cakes. മറ്റേ രഞ്ജനി already taste ചെയ്തിട്ട് ഓടിപ്പോയി. So here we go. So it's really nice. Thai flavors ഇഷ്ടമുള്ളവർക്ക് they will love it. So as I said, ഞാൻ ലെമൺ ഗ്രാസ് അല്ലെങ്കിൽ കഫീർ ലൈം ലീവ്സിൻ്റെ വലിയ ഫാനല്ല. ഇതിൽ ആ ടേസ്റ്റാണ് കുറച്ച് ഫ്രണ്ടിൽ നിൽക്കുന്നത്. But definitely, I mean, I personally prefer നമ്മുടെ നാടൻ cutlets to this. പക്ഷേ ഉണ്ടാക്കിയത് കൊണ്ട് I will eat it obviously, and a lot of people love it. So yeah, if you like it, go for it. Try it at home. ഓക്കെ ദെൻ, പഠിച്ചോ? ഉണ്ടാക്കാൻ വളരെ ഈസി ആയൊരു റെസിപ്പിയാണ്. കുറേ ഫിഷ് വേണം, കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണം, എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യണം, കട്ട്ലറ്റ് ആക്കണം, ഫ്രൈ ചെയ്യണം ആൻഡ് കഴിക്കണം. സോ യു ഡെഫിനറ്റ്ലി ട്രൈ ഇറ്റ് ഔട്ട് അറ്റ് ഹോം. നിങ്ങൾ വീട്ടിൽ ഈ കട്ട്ലറ്റും സമോസയും പക്കോറയും ഒക്കെ വൈകുന്നേരം സ്നാക്കായി ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ചേഞ്ചിന് വേണ്ടി ട്രൈ ദിസ് Thai ഫിഷ് കേക്ക്. അതിനെക്കാട്ടും ബെറ്റർ നമ്മൾ ഡിന്നറിന് മുമ്പ് സ്റ്റാർട്ടർ ആയിട്ട് സെർവ് ചെയ്യുമ്പോഴാണ്. മേക്ക് ഷുവർ യു ഹാവ് ദാറ്റ് സോസ് ഓൾസോ. ഓക്കെ, സോസിന്റെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടില്ല ബിക്കോസ് എൻ്റെ ഫ്രണ്ട് കൊണ്ടുവന്ന സോസ് ആണ്. സോ യു ക്യാൻ ജസ്റ്റ് ഗൂഗിൾ ദാറ്റ് ആൻഡ് ഫിഗർ ദാറ്റ് ഔട്ട് as well. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ നൗ. ലോട്ട്സ് ഓഫ് ലവ്. ഈ ഒരു പർട്ടിക്കുലർ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഡിസ്ക്രിപ്ഷനില്ല ഈ ഒരു പർട്ടിക്കുലർ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഡെഫിനറ്റ്ലി ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് സെക്ഷൻ. അതുപോലെ തന്നെ ഡോണ്ട് ഫർഗെറ്റ് ടു ഡു ദ വൺ തിങ് ഐ ആസ്ക് യു ടു ഡു, വിച്ച് ഈസ് ലൈക്ക്, ഷെയർ ആൻഡ് subscribe to my videos and channel. Cool. I'll see you very soon with another video. Lots of love. Ta-da!